കിട്ടി, ബ്രഹ്മചാരിയെ കിട്ടി, ബ്രഹ്മചാരിയെ കിട്ടി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ. ക്ഷേത്രത്തിലെ പൂജാരിയായ അരുണാണ് പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. കർണാടക സ്വദേശിയായ സ്ത്രീയുടെ പരാതിയിലാണ് അറസ്റ്റ്. നീ ഇത്രക്ക് വയലന്റ് ആവാൻ ഇപ്പോൾ എന്തുണ്ടായേ? നിന്നെ പേടിപ്പിച്ചോ അതോ പീഡിപ്പിച്ചോ? വെല്ലന്തൂർ പോലീസാണ് കേരളത്തിൽ തൃശൂരിലെത്തി ഈ പെരിങ്ങോട്ട് ക്ഷേത്രത്തിലെത്തി അരുണയെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കുന്നത്. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ ಮಗನೇ. ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം കർണാടക സ്വദേശിയായിട്ടുള്ള യുവതി അവർക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരി. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുകയും ഇവിടെ വളരെ ചാത്തൻ സേവ അടക്കമുള്ള ചില പൂജകളാണ് പ്രധാനമായും നടക്കുന്നത്. കൂടോത്ര പൂജയാണ് ഞാൻ നടത്തുന്നത്. പൂജ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അച്ഛൻ ചെയ്യുമ്പോൾ അത് കൂടോത്രം എല്ലാവർക്കും അറിയാം. ഇയാൾ 24,000 രൂപയാണ് ഈ യുവതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ നടത്തുന്നതിനായി ആവശ്യപ്പെട്ടത്. വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകണല്ലോ. യുവതി തിരിച്ചുപോയ സമയത്ത് ഇയാൾ വീഡിയോ കോളിൽ വിളിച്ച് വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വിളിച്ച് നഗ്നനായി നിന്നുകൊണ്ട് സംസാരിക്കാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. വെടിവെച്ച് കൊല്ലണപ്പം അതിനെ. അതോടൊപ്പം തന്നെ ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ ഇവരെ നിർബന്ധിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്താണ് ഇവിടെ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഫ്രൈഡേ ഈവനിങ് നമുക്ക് നേരിട്ട് ഹോട്ടൽ എടുത്താലോ? ഹോട്ടൽ ബുക്ക് பண்ணാം. ഓക്കെ. അയ്യോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ? ഇല്ലെന്നേ ബരി അല്ല അത് മുടിഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു 1 o'clock, 2 o'clock, 3 o'clock, 4 o'clock ഞങ്ങൾക്ക് വരാം. മധ്യാഹ്നം. ഈ പൂജാരി നല്ല വെടിപ്പായിട്ടുള്ള പൂജ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അറേഞ്ച് பண்ணலாம். ഓക്കെ. അങ്ങേവാ. ഓക്കെ. പിന്നീടാണ് കേരളത്തിലേക്ക് വരികയും ഇവിടെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് യുവതിയോട് പറയുകയും ചെയ്തത്. ഈ ഭീഷണിക്ക് വഴങ്ങിയാണ് യുവതി കേരളത്തിലെത്തിയത്. ഈ കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കണമെന്ന ദുരാഗ്രഹം ഒന്നും എനിക്കില്ല. എന്റെ ഉദ്ദേശം മറ്റതാ. ആ സമയത്താണ് വാഹനത്തിൽ വെച്ച് കാറിൽ വെച്ച് ഉണ്ണി എന്ന മുഖ്യപ്രതിയായിട്ടുള്ള മറ്റൊരു പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരനും ഈ അരുൺ എന്ന 2 പൂജാരിമാരും ചേർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്തത്. ഉണ്ണി ദാമോദരൻ എന്ന മുഖ്യപ്രതിയായിട്ടുള്ള പൂജാരി ഇപ്പോഴും ഒളിപ്പിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ, അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും കിട്ട് പുറത്തെടുക്കട്ടെ. നീ അവിടെ മുട്ടി ഞാൻ ഇവിടെ മുട്ടി. എനിക്ക് ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೇ. ಗೊತ್ತಿಲ್ವಾ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೇ, ನಾಯಿಂದ ಪಟ್ಟಿ ಮೋಡೆ.